ഒരുപാട് വർഷങ്ങൾ ഞാൻ വിചാരിച്ചു എനിക്ക് സോഷ്യൽ സ്കിൽസ് ഒന്നും ഇല്ല, എനിക്ക് അങ്ങനെ ആൾക്കാരോടൊന്നും അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ +2 തൊട്ട് CA പഠിക്കുമ്പോഴും CA ഫൗണ്ടേഷൻ CA ഇൻ്റർ പഠിക്കുമ്പോഴൊക്കെ എപ്പോഴും സ്റ്റഡി എന്ന് പറഞ്ഞാണ്ട് ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര രീതിയിൽ സിവിയർ ആയിട്ടുള്ള ആക്നെയും വന്നു. അങ്ങനെ ആൾക്കാരേറ്റവും ഡീൽ ചെയ്യുന്ന സിറ്റുവേഷൻസൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യും. എന്നിട്ട് എപ്പോഴും എന്ത് ചെയ്യും, ഞാൻ ഒറ്റക്കായിട്ട് ഫുൾ ഒരു ലോൺ വോൾഫ് എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ആ ഒരു ഫേസ് എൻഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചാൽ എൻ്റെ സോഷ്യൽ സ്കിൽസ് വളരെ രീതിയിൽ അടിയിലേക്ക് പോയി. ആൾക്കാരേറ്റവും ഡീൽ ചെയ്യാത്തതുകൊണ്ട് ആ ഒരു സംഭവം ഭയങ്കര അടിയിലേക്ക് പോയി. അപ്പോൾ ഈവൻ ആ ഒരു ആക്നെ സ്റ്റേജ് എൻഡ് ചെയ്തിട്ടും ആ ഒരു ഇൻ്ററൊക്കെ കഴിഞ്ഞ് പുറത്ത് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴും എനിക്ക് ആൾക്കാരെ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നെ തന്നെ വിശ്വസിപ്പിച്ചു ഐ ആം ബാഡ് വിത്ത് പീപ്പിൾ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എല്ലാ സംഭവങ്ങളും എന്താണ്, സ്കില്ലാണ്. സ്കില്ല് എന്ന് പറയുന്നത് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ചെയ്യുന്ന വേണം. ആക്ച്വലി യു ആർ നോട്ട് ബാഡ് ഇൻ ലൈഫ്, യു ആർ ജസ്റ്റ് ഇൻഎക്സ്പീരിയൻസ്ഡ് എന്നുള്ള സംഭവം ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ കൂടുതൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക്, അതുപോലെയുള്ള റൂമുകളിലേക്ക് ഇറങ്ങി ചെല്ലാൻ തുടങ്ങി. ഇറങ്ങി ചെന്ന് ഈവൻ ഔക്വേർഡ് ആയിക്കാണ്ട് ഇൻസെക്യൂർ ആയിട്ടും ഭയങ്കര പൊട്ടത്തരങ്ങൾ കാണിക്കുകയാണെങ്കിൽ പോലും ആ സംഭവങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്യാൻ തുടങ്ങി. 4 ആൾക്കാരെ കാണുമ്പോൾ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ ഐ ഇംപ്രൂവ്ഡ് ആൻഡ് ഐ ഇംപ്രൂവ്ഡ് എ ലോട്ട്. നമ്മൾ കാണുന്ന ആരും ജനിക്കുമ്പോൾ തന്നെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ആൾക്കാരോട് കോൺവെർസേഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ, ലീഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിട്ടും നല്ല ജനിക്കുന്നത്. ഓരൊക്കെ ചെയ്ത സംഭവമാണ് റെപ്പറ്റീഷൻ. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ടാലൻ്റ് അല്ല, പകരം ഇറ്റ് ഈസ് എക്സ്പോഷർ പ്ലസ് റെപ്പറ്റീഷൻ. യു ഡോണ്ട് ലാക്ക് ദ എബിലിറ്റി, യു ജസ്റ്റ് ലാക്ക് ദ റെപ്പറ്റീഷൻ.